നമ്മുടെ ഈ ഭൂമിയിൽ പലതരം ജീവജാലങ്ങളുണ്ടെങ്കിലും എല്ലാത്തിനെയും നമുക്ക് എല്ലായിടത്തും ഒരുപോലെ കാണാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് കങ്കാരു, ഒട്ടകപ്പക്ഷി, പെൻഗ്വിൻ. ഞാൻ ചില പേരുകൾ മാത്രം പറഞ്ഞു വന്നേ ഉള്ളൂ. ഇനിയും ധാരാളം ജീവികളെ നിങ്ങൾക്ക് ഭൂമിയുടെ ചില പ്രത്യേക ഭാഗങ്ങളിൽ മാത്രമായിട്ട് കാണാൻ പറ്റും. ബയോ ജിയോഗ്രഫിക് റെലംസ് അല്ലെങ്കിൽ ജൈവ ഭൂമിശാസ്ത്ര മേഖല എന്നാണ് ഇതിനെ പറയുക. ഇങ്ങനത്തെ മേഖലകൾ നിലനിൽക്കുന്നുവെന്ന് മാത്രമല്ല, ഇത്തരം മേഖലകളെ വേർതിരിക്കുന്ന അതിർത്തികളും അതിർവരമ്പുകളും ഉണ്ട് എന്നുള്ളതാണ് കൗതുകം. ഇത്തരത്തിൽ ദൃശ്യവും എന്നാൽ അദൃശ്യവുമായ ഒരു ജൈവ മേഖല അതിർത്തിയെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്തോനേഷ്യ എന്ന രാജ്യം പസഫിക് സമുദ്രത്തിലെ ദ്വീപുകളുടെ ഒരു കൂട്ടമാണ്. ഇതിൽ ദ്വീപുകളും ഉപദ്വീപുകളും എല്ലാം ഉൾപ്പെടും. ഇതിൽ ഉൾപ്പെടുന്ന രണ്ട് ദ്വീപുകളുടെ ഇടയിലൂടെ യഥാർത്ഥവും എന്നാൽ സാങ്കല്പികവുമായ അതിപുരാതനമായ ഒരു രേഖയുണ്ട്, ഒരു അതിർവരമ്പുണ്ട്. നമുക്കിത് കാണാൻ പറ്റില്ല. ബാലി ദ്വീപിന്റെ തീരത്ത് നിന്നും കിഴക്ക് ലോംബാക് ദ്വീപിന്റെ തീരത്തേക്കാണ് ഈ പറഞ്ഞ അതിരിന്റെ ഏറ്റവും വീതി കുറഞ്ഞ ഭാഗം. ഈ ഭാഗത്തെ വെറും 32 കിലോമീറ്റർ ദൂരത്തിനപ്പുറം സങ്കല്പങ്ങൾക്കതീതമാണ് ചില കാര്യങ്ങൾ. ഭൂമിയിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹമായ മലയ ആർക്കിപ്പലാഗോയെ രണ്ടായി ഭാഗിച്ചുകൊണ്ടാണ് ഈ രേഖ കടന്നു പോകുന്നത്. ഈ രേഖയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഏഷ്യയിൽ കാണപ്പെടുന്ന തരം മൃഗങ്ങളാണ് ഉള്ളത്. ഉദാഹരണത്തിന് കണ്ടാമൃഗം, ആന, കടുവ, മരംകൊത്തി എന്നിവ ഇവരിൽ ചില പേരുകൾ മാത്രമാണ്. എന്നാൽ ഈ രേഖ മുറിച്ചു കടന്ന് അപ്പുറം എത്തിയാൽ കാര്യങ്ങൾ പൊടുന്നനെ മാറും. മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു ജീവികളെയും ഈ കിഴക്കൻ ഭാഗത്ത് നമുക്ക് കാണാനാവില്ല. മാഴ്സുപ്പിയലുകൾ, അതായത് കങ്കാരുവിനെ പോലെ ഉദരത്തിൽ സഞ്ചിയുള്ള മൃഗങ്ങൾ, കൊമോഡോ ഡ്രാഗണുകൾ, കൊക്കറ്റു, ഹണി ഈറ്ററുകൾ എന്നിവയടങ്ങുന്ന ജീവികളാണ് ഇവിടെ നമുക്ക് കാണാനാവുക. ഈ രണ്ട് ഭാഗത്തുമുള്ള പാരിസ്ഥിതിക രീതികൾ തീർത്തും വ്യത്യസ്തമാണ്. ശാസ്ത്രജ്ഞർ ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് ഭൗമശാസ്ത്ര അതിർത്തി അല്ലെങ്കിൽ ബയോ ജിയോഗ്രഫിക് ബൗണ്ടറി എന്നാണ്. തികച്ചും വ്യത്യസ്തമായ രണ്ട് ജൈവ വൈവിധ്യ മേഖലകൾ ചേരുന്ന ഇടം. ഈ സാങ്കല്പിക രേഖയുടെ പേരാണ് വാലസ് ലൈൻ. എങ്ങനെയാണ് ഈ അതിർത്തി ഉണ്ടായത്? എങ്ങനെ ഇത് ജീവജാലങ്ങളുടെ വൈവിധ്യം ഉണ്ടാവാൻ കാരണമാവുന്നു? ഈ അതിർത്തി രേഖ കടന്നു പോകുന്ന പ്രദേശങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ നമുക്കാവുന്നു? ഒരേ സമയം ഇത് സാങ്കല്പികവും യാഥാർത്ഥ്യവും എങ്ങനെയാവുന്നു? വാലസ് ലൈൻ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടത് 1859-ലാണ്. പ്രകൃതി ശാസ്ത്രജ്ഞൻ ആൽഫ്രഡ് റസൽ വാലസ് എന്ന ബ്രിട്ടീഷുകാരനാണ് ഇതിന് പിന്നിൽ. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഡാർവിൻ പുസ്തകത്തിന്റെ സഹ എഴുത്തുകാരനും നാച്ചുറൽ സെലക്ഷൻ, അതായത് പ്രകൃതി നിർദ്ധാരണം എന്ന സിദ്ധാന്തത്തിന്റെ സഹ ഗവേഷകൻ കൂടിയാണ് വാലസ്. മലയൻ ആർക്കിപ്പലാഗോയിലൂടെ നടത്തിയ 8 വർഷ പര്യവേക്ഷണത്തിൽ കണ്ടെത്തിയ വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ഈ അതിർത്തി നിർണ്ണയിക്കൽ. യാത്രക്കിടയിൽ മലേറിയ ബാധിതനായി വിശ്രമിക്കുമ്പോഴാണത്രേ ഈ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവുന്നത്. നാച്ചുറൽ സെലക്ഷൻ സിദ്ധാന്തത്തിൽ ഡാർവിന്റെ സഹഗവേഷകൻ എന്നറിയപ്പെടുന്ന വാലസ് പക്ഷേ ഈ കണ്ടുപിടുത്തത്തോടെ പ്രസിദ്ധനായി. ബയോ ജിയോഗ്രഫിയുടെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഭൂമിയിൽ ജീവജാലങ്ങളുടെ വിന്യാസത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോ ജിയോഗ്രഫി. മുന്നേ പറഞ്ഞ പര്യവേഷണത്തിൽ ദ്വീപ സമൂഹത്തിലെ ഒട്ടുമിക്ക ദ്വീപിൽ നിന്നും ആവുന്നിടത്തോളം ജീവജാലങ്ങളെ നിരീക്ഷിക്കുകയും ശേഖരിക്കുകയും ചെയ്തു ഇദ്ദേഹം. എന്നാൽ ബാലി ദ്വീപിൽ നിന്നും ലോംബാക്കിലേക്ക് എത്തിയപ്പോൾ കൗതുകകരമായ കാര്യങ്ങളാണ് വാലസ് കണ്ടത്. വീതി കുറഞ്ഞ ഒരു കടലിടുക്ക് കൊണ്ടാണ് ഈ രണ്ട് ദ്വീപുകളും വേർതിരിക്കപ്പെട്ടത് എങ്കിലും ജീവജാലങ്ങളിൽ കണ്ട മാറ്റം ക്രമേണയായതോ അല്ലെങ്കിൽ സൂക്ഷ്മമായതോ ആയിരുന്നില്ല. വളരെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ എടുത്തറിയാൻ സാധിക്കുന്നതായിരുന്നു ജീവജാലങ്ങളിൽ ഉള്ള മാറ്റം. ഇംഗ്ലണ്ടിലെയും ജപ്പാനിലെയും ജീവികളിൽ കാണുന്ന വ്യത്യാസത്തെക്കാൾ ഏറെയായിരുന്നു അടുത്തടുത്ത് ഈ രണ്ട് ദ്വീപുകളിൽ. പക്ഷികളിലാണ് ആദ്യമായി അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞത്. ജാവ ദ്വീപിലും ബാലി ദ്വീപിലും സുലഭമായി കാണപ്പെട്ടിരുന്ന യെല്ലോ ഹെഡഡ് വീവർ, കോപ്പർ സ്മിത്ത് ബാർബറ്റ്, ത്രീ ടോഡ് വുഡ്പെക്കർ എന്നീ പക്ഷികൾ ലോംബാക് ദ്വീപിൽ ഉണ്ടായിരുന്നില്ല. ഈ പ്രത്യേകത മാമലുകളിലും ഷഡ്പദങ്ങളിലും കാണപ്പെട്ടിരുന്നു. രണ്ട് വ്യത്യസ്ത ലോകങ്ങളെ വേർതിരിക്കും പോലെ ഒരു അദൃശ്യമായ തടസ്സം, ഒരു മതിൽ രണ്ട് ഭാഗങ്ങളിലെ ജീവജാലങ്ങളെ വേർതിരിക്കുന്നു. പക്ഷേ ഇതെങ്ങനെ? എന്തുകൊണ്ട്? അദൃശ്യമായ ഈ അതിരിന്റെ രണ്ട് ഭാഗത്തുമുള്ള ദ്വീപുകളെക്കാൾ ദൂരത്തിലായിരുന്നു ഒരേ ഭാഗത്തുള്ള പല ദ്വീപുകളും. എങ്കിലും അവിടെയും സ്ഥിതി ഇതുതന്നെയായിരുന്നു എന്നാണ് ഏറെ കൗതുകം. ഇതിന്റെ അർത്ഥം നിഗൂഢമായ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നും അതൊരു പക്ഷേ ഭൂമിശാസ്ത്ര വ്യത്യാസം ആയിരിക്കാമെന്നും വാലസ് അനുമാനിച്ചു. ഓരോ സ്ഥലത്തും ഇന്ന് കാണുന്ന ബയോളജിക്കൽ പ്രത്യേകതയ്ക്ക് കാരണം ഭൗമശാസ്ത്രപരമായ മുൻകാലത്തെ അടിസ്ഥാനമാക്കിയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പുരാതന കാലത്തെ ഭൗമഘടനാ മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണ് ഇന്നുള്ള ലോകത്തെ ജീവജാലങ്ങളുടെ വിന്യാസം. ഭൂമിയുടെ ഇതിഹാസ ചരിത്രം പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ബയോ ജിയോഗ്രഫി ആണെന്ന് കണ്ട വാലസ് അതിനുള്ള ശ്രമം തുടങ്ങി.
മലയൻ ആർക്കിപ്പെലാഗോയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ദ്വീപുകളെല്ലാം ഒരു കാലത്ത് ഒന്നായിരുന്നു എന്നും ഇത് ഏഷ്യ ഭൂഖണ്ഡവുമായും ഒരു കാലത്ത് ബന്ധിക്കപ്പെട്ടിരുന്നു എന്നും വാലസ് അഭിപ്രായപ്പെട്ടു. ഇന്നത്തെ കാലത്ത് ഈ ഭൂവിഭാഗം എല്ലാം താരതമ്യേന ആഴം കുറഞ്ഞ കടലിനാൽ വേർതിരിക്കപ്പെട്ടിരിക്കാൻ കാരണം കടലിലെ ജലനിരപ്പിൽ ഉണ്ടായ വർധനയാണ് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കടൽ കടന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ ജീവികൾക്കാവാത്തതാണ് കടുവ, കണ്ണാമൃഗം, ടപ്പിയർ മുതലായ വലിയ ജീവികൾ അതിനപ്പുറത്തേക്ക് കാണാതിരിക്കാൻ കാരണം. സമാനമായ ഒരു വിശദീകരണം കിഴക്ക് ഭാഗത്തെ ദ്വീപുകൾക്കും വാലസ് രൂപീകരിച്ചു. ഈ ഭാഗത്തുള്ള ദ്വീപുകൾ ചിലത് പുരാതനമായ ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്നിരിക്കാം എന്നാണ് അതിനുള്ള വിശദീകരണം. രണ്ട് ഭൂവിഭാഗങ്ങളെയും വേർതിരിച്ചിരുന്ന കടലിലെ ശക്തമായ ഒഴുക്കായിരിക്കാം ജീവികളുടെ ഭൂഖണ്ഡാന്തര യാത്ര തടസ്സപ്പെടുത്തിയത്. ഇന്നും അതേ കാരണം നിലനിൽക്കുന്നുമുണ്ട്. സാവകാശം ഈ ഭൂവിഭാഗം പിന്നീട് പല ദ്വീപുകളായി അടർന്നു മാറിയതാണ് ഇന്ന് നമ്മൾ കാണുന്ന മലയൻ ആർക്കിപ്പെലാഗോ. തൊട്ടടുത്തുള്ള ദ്വീപിലേക്ക് പറന്നു പോകാൻ കഴിയുന്ന പക്ഷികളും പ്രാണികളും വരെ ഈ അതിർത്തി ലംഘിക്കുന്നില്ല എന്ന് കാണാം. വാലസും സഹഗവേഷകരും ഈ പ്രതിഭാസം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിഷയത്തെ എളുപ്പത്തിൽ വിശദീകരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ആശയം അവർ വിട്ടുപോയി: പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി. അത് അവരുടെ കുറവായി പറയാനാവില്ല. കാരണം പ്ലേറ്റ് ടെക്ടോണിക്സ് സിദ്ധാന്തം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടത് 1960കളിലാണ്. അപ്പോഴേക്കും വാലസ് മരിച്ച് അരനൂറ്റാണ്ടായിരുന്നു. ഭൂഖണ്ഡങ്ങൾ മാൻഡലിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കും പോലെയാണെന്നും അത് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കാലാന്തരത്തിൽ ഇവ പരസ്പരം അകലുകയും കൂട്ടിയിടിക്കുകയും ചെയ്യുന്നു എന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. പുതിയ കോണ്ടിനെന്റുകൾ സൃഷ്ടിച്ചും ഉള്ളതിനെ തകർത്തും ദ്വീപുകളെയും പർവ്വതങ്ങളെയും ഉയർത്തിയും ടെക്ടോണിക് ചലനങ്ങൾ ആണ് ഭൂമിയെ രൂപപ്പെടുത്തുന്നത് എന്ന് ഇന്ന് നമുക്കറിയാം. മലയൻ ആർക്കിപ്പെലാഗോ ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ടെക്ടോണിക് മേഖലയിൽ ഒന്നാണ് എന്ന് പഠനങ്ങൾ വെളിവാക്കുന്നു. ഒരുപാട് പ്ലേറ്റുകളുടെ ഒരു സംഗമ സ്ഥലമാണിവിടം. മാത്രമല്ല, ഈ പ്ലേറ്റുകൾ എല്ലാം അസ്ഥിരമാണ്, നിരന്തരം ചലിക്കുന്നതാണ്. ഇന്തോനേഷ്യൻ മേഖലയിൽ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനത്തിനും ഭൂചലനത്തിനും കാരണം ഇതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ജീവികളിലെ വൈരുദ്ധ്യത്തിന്റെ കാരണവും മറ്റൊന്നല്ല. 1980കളോടെ വാലസ് ലൈൻ എന്നത് ടെക്ടോണിക് ചലനത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണെന്ന് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചു. ഈ രേഖയ്ക്ക് ഇരുവശത്തുമായി വിദൂര പുരാതനത്തിൽ രണ്ട് വലിയ ഭൂഖണ്ഡങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വാലസ് കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് സുന്ദ എന്നും കിഴക്ക് ഭാഗത്ത് സഹൂൽ എന്നും പേരുള്ള രണ്ട് പാലിയോ ഭൂഖണ്ഡങ്ങളായിരുന്നു ഇതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹിമയുഗത്തിൽ ഭൂമിയിലെ ജലം ഒട്ടുമുക്കാലും ഐസ് ആയിരിക്കുകയും കടൽ നിരപ്പ് വളരെ താഴ്ന്നു വരുന്ന കാലത്തായിരുന്നു സുന്ദയും സഹൂലും ഉണ്ടായിരുന്നത്. ഈ രണ്ട് ഭൂഖണ്ഡങ്ങളും വളരെ ദൂരത്തായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. ഓസ്ട്രേലിയ, ടാസ്മാനിയ, ന്യൂഗിനിയ, അറു ദ്വീപുകൾ എന്നിവയെ ചുറ്റിയായിരുന്നു സഹൂൽ ഉണ്ടായിരുന്നത്. ഏകദേശം 20 മുതൽ 25 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒലിഗോസീൻ അല്ലെങ്കിൽ മയോസീൻ കാലത്താണ് ഏഷ്യൻ ഭാഗത്തുള്ള സുന്ദ ഭൂഖണ്ഡത്തോട് ടെക്ടോണിക് ചലനത്താൽ സഹൂൽ അടുക്കുന്നത്. അന്റാർട്ടിക്കയിൽ നിന്ന് ഓസ്ട്രേലിയ അടർന്നു മാറി വടക്കോട്ട് നീങ്ങുന്നതിന്റെ ഫലമായിട്ടായിരുന്നു ഇത് സംഭവിച്ചത്. ഇതോടുകൂടി ഓസ്ട്രേലിയയുടെ തനത് ജീവജാലങ്ങളും ഇവിടെ എത്തപ്പെട്ടു. ചുരുക്കത്തിൽ വാലസ് ലൈനിന്റെ ഇരുവശത്തുമുള്ള ജീവജാലങ്ങൾ ഇന്ന് അയൽക്കാരാണെങ്കിലും ഇവരെല്ലാം പ്രത്യേകമായി പരിണമിച്ചവരാണ് എന്നർത്ഥം. ടെക്ടോണിക് ചലനത്തിന്റെ ഭാഗമായി സമീപകാലത്ത് അയൽക്കാരായി അല്ലെങ്കിൽ അടുത്തു വന്നു എന്ന് മാത്രം. ഇതിനിടെ വാലസ് ലൈനിന്റെ കിഴക്ക് ഭാഗത്തായി സങ്കീർണമായ ഒരു ടെക്ടോണിക് ചലനത്തിന്റെ ഫലമായി പുതിയ ദ്വീപുകളുടെ ഒരു ശൃംഖല ഉണ്ടായി വന്നു. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആർക്കിപ്പെലാഗോയോട് ചേർന്ന് ഉണ്ടായ പുതിയ ദ്വീപുകൾക്ക് വലേസിയ എന്നാണ് പേര്. ഈ ദ്വീപുകൾ ഓഷ്യാനിക് ദ്വീപുകളാണ്, അതായത് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്നവയാണ് എന്നർത്ഥം. ഇവർക്ക് ചുറ്റിലുമുള്ള മറ്റു ദ്വീപുകളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, ജൈവപരമായി ശൂന്യവുമായിരുന്നു. ഓസ്ട്രേലിയൻ ഭാഗത്തുള്ള ജീവികളാണ് അധികവും ഇങ്ങോട്ട് എത്തപ്പെട്ടവ. ഇവരുടെ സാന്നിധ്യമായിരിക്കാം വാലസ് ലൈൻ എന്ന അതിർത്തിയായി ഏഷ്യൻ ഭാഗത്തു നിന്ന് ജീവികളുടെ കിഴക്കോട്ടുള്ള കുടിയേറ്റത്തിന് തടസ്സമായത്. ഉദാഹരണത്തിന് കൊമോഡോ ഡ്രാഗണുകൾ. ഭീമാകാരനായ ഈ പല്ലിയെ കിഴക്കൻ ഇന്തോനേഷ്യയുടെ മിക്ക ദ്വീപുകളിലും ഇന്ന് ധാരാളമായി കാണാനാവും. ഇവരുടെ ഏറ്റവും പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തിയത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. 3 മില്യൺ വർഷത്തോളം പഴക്കമുള്ള കാലത്തുള്ളതാണ് ഈ ഫോസിൽ, അതായത് പ്ലിയോസിൻ കാലഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. എന്നാൽ ഇവ ധാരാളമുള്ള വലേസിയ ദ്വീപുകൾക്ക് 1 മില്യൺ വർഷത്തെ പഴക്കമേ ഉള്ളൂ. അതിന്റെ അർത്ഥം കൊമോഡോ ഡ്രാഗണുകൾ സമീപകാലത്താണ് ഈ ദ്വീപുകളിലേക്ക് കുടിയേറിയത് എന്നാണ്. ഇന്നും ബാലിയിലെയും ലോംബാക്കിന്റെയും ഇടയിലുള്ള ആഴമേറിയ കടലും അതിലെ ശക്തമായ ഒഴുക്കും ജീവികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നീക്കം തടസ്സപ്പെടുത്തുന്നു. ഇതാണ് പരിണാമപരമായ പ്രത്യേകത അതേപടി വളരെ പ്രകടമായി ഇരുഭാഗത്തും നിലനിൽക്കാൻ കാരണം. 1859 ആൽഫ്രഡ് റസൽ വാലസ് കണ്ടെത്തിയ വനനിബിഡമായ ദ്വീപുകളെ രണ്ടായി വിഭജിക്കുന്ന, ജീവജാലങ്ങളിൽ വൈവിധ്യം കാണിക്കുന്ന ഈ അതിർവരമ്പ് ജൈവ ഭൂമിശാസ്ത്രജ്ഞന്മാരെ അതിശയിപ്പിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുന്നു. വാലസ് ലൈൻ അദൃശ്യമാണ്, നമുക്ക് തൊട്ടറിയാൻ കഴിയാത്ത ഒന്നാണ്. പക്ഷേ പുരാതന ഭൗമശാസ്ത്ര സംഭവങ്ങൾ ഭൂമിയെയും പരിസ്ഥിതിയെയും എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും ജീവികളുടെ വിന്യാസത്തെയും ജൈവ വൈവിധ്യത്തെയും എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്
വാലസ് ലൈൻ. സ്പീഷീസുകൾ എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ ഖ്യാതി ഡാർവിന് സ്വന്തമാണെങ്കിൽ, സ്പീഷീസുകൾ എങ്ങനെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായി അല്ലെങ്കിൽ അതാതിരകളിൽ മാത്രമായി കാണുന്നുവെന്ന് ആദ്യമായി പറഞ്ഞതിന്റെ പെരുമ വാലസിന് മാത്രം സ്വന്തമാണ്. മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.